ഹലോ. അപ്പോൾ ഇത് രാവിലത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നല്ല ചൂടാണല്ലേ, ഇവിടെ ബാംഗ്ലൂർ ആണെങ്കിലും നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 4 ഗ്ലാസ് ദോശ റൈസ് ഉണ്ടല്ലോ, പച്ചരി, 4 ഗ്ലാസ് ദോശ റൈസും ഒരു 3/4 ഗ്ലാസ് ഉഴുന്നും കൂടി കുതിർക്കാൻ വെച്ചതാണ്. നന്നായി കഴുകിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കും. ഞാൻ ഒരു 2 തവി ചോറും കൂടി ആഡ് ചെയ്യും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സിയുടെ സൈഡിലൂടെയൊക്കെ വന്ന എന്താണെന്ന് വെച്ചാൽ അരി മിക്സിയുടെ ജാറിലിടുമ്പോൾ കുറച്ച് അധികമായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സൈഡിലൊക്കെ ആയത്. അപ്പോൾ ഞാൻ അരിയൊക്കെ അരച്ച് 2 പാത്രത്തിലാക്കി വെച്ചു. കാരണം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ലോണം പൊങ്ങി വന്നാൽ നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാമല്ലോ. പിന്നെ രാവിലെ എടുത്ത് ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരു 2-3 ദിവസത്തേക്കുള്ള മാവാണ് കേട്ടോ അരച്ച് വെച്ചത്. അപ്പോൾ അതൊക്കെ അരച്ച് വെച്ചു. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം രാവിലെ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി പായസം വേണമെന്ന് പറയുന്ന കുറേ ദിവസമായി. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. കണ്ടില്ലേ, കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. ഡ്രോയിലത്തെ പാത്രവും അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. കാരണം 1-ാം തീയതി നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഒരു മാസം ഇല്ലല്ലോ. അപ്പോൾ ഡ്രോയറൊക്കെ ക്ലീൻ ചെയ്ത് കുറേ പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഫ്രിഡ്ജിലുള്ള പച്ചക്കറി, ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ ബോക്സിലാക്കി വെച്ചു. അതാവുമ്പോൾ പോകുന്നതിന് തലേദിവസം ജസ്റ്റ് ഒന്ന് ആ പച്ചക്കറിയുള്ള പാത്രം മാത്രം കഴുകി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ അധികം സാധനങ്ങളൊന്നുമില്ല. കുറച്ച് ലെമൺ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പാലുണ്ട്, പിന്നെ ഈ 2-3 ദിവസത്തേക്കുള്ള കുറച്ച് പച്ചക്കറി മാത്രമുണ്ട്. പിന്നെ പനീറുണ്ട്. പനീർ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ചപ്പാത്തിയും പനീർ കറിയാകുമ്പോൾ അത് തീരും ഫ്രീസറിൽ. പിന്നെ കുറച്ച് ഐസ്ക്രീം, വിപ്പിംഗ് ക്രീം, കുറച്ച് ചോക്ലേറ്റ്സ്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ചതാണ്. കുളിച്ച് കഴിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. നല്ല ചൂടാണ്. ചൂടായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അത്രയും ചൂടാണ്. അപ്പം ഞാനിന്ന് ആമസോണിൽ നിന്നൊരു സൽവാർ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ടതാണ്. അലക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ടാണ്. നല്ല കളറാണ് കേട്ടോ. നല്ലൊരു ഓറഞ്ച് കളർ. ഇതിൻ്റെ വെറൈറ്റി കളറ് അവൈലബിൾ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ, ആമസോണിലുണ്ട്. ഇതിനൊരു ഗോൾഡൻ ഒരു ചെറിയൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ. ഫ്ലവറും വരുന്നത് ഒരു പിങ്ക് ഫ്ലവറും പിന്നെ ഗ്രീൻ ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. വിത്ത് പാൻറ്റ് വിത്ത് ദുപ്പട്ടയാണ്. പാൻറ്റ് നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഷോളിന് നല്ല ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ. ഓക്കെ അത്രയേ ഉള്ളൂ. ഒരു 850 ആ ഒരു റേഞ്ചാന്ന് തോന്നുന്നു. 900 ബിലോ ആണ് റേറ്റ്. അപ്പോൾ നല്ല സൽവാറായിരുന്നു. അപ്പോൾ എനിക്ക് നാട്ടിൽ കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു തെയ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിയെന്നേ ഉള്ളൂ. ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇല്ലെങ്കിൽ റിട്ടേൺ അടിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷോളിന് അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. കാരണം ചുരിദാർ നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ മടക്കി വെച്ച് ഷെൽഫിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടി പായസം കുടിക്കുകയാണ്. ഞാനും മോനും മാത്രമേ ഉള്ളൂ. മോൾ സ്കൂളിൽ പോയല്ലോ. അവൾ വരുമ്പോൾ ഒരു 4:30 ആവും. അപ്പം ഞങ്ങളിരുന്ന് ടി വിയൊക്കെ കണ്ടുകൊണ്ട് പായസം കുടിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പാലട ആയിരുന്നേ. പിന്നെ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഡെലിവറി ചെയ്തത്. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സൊനാറ്റോൻ്റെ വാച്ചാണേ. പട്ട വാച്ച് ഉണ്ടല്ലോ, അതാണ്. മറ്റേ കറുത്ത കളറ്. ഇതിൻ്റെ പിങ്കും വയലറ്റും അവൈലബിൾ ആയിരുന്നു. അപ്പം ഞാൻ അവൾക്ക് ബ്ലാക്ക് മതിയെന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് ഓർഡർ ചെയ്തതാണ്. അവൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. എപ്പോഴും എൻ്റെ വാച്ച് കെട്ടിയിട്ടാണ് സ്കൂളിലേക്ക് പോവാറ്. കാരണം ടൈമൊക്കെ അറിയണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഒരു വാച്ച് വാങ്ങിയാൽ എൻ്റെ വാച്ച് എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾക്കൊരു വാച്ച് വാങ്ങിയതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് വീഡിയോ ആണേ. ക്രോഷ് ചെയ്യാൻ വേണ്ടി ത്രെഡ് വാങ്ങിയതാണ് കേട്ടോ സോഫയിലിരിക്കുന്നത്. അപ്പോൾ വാച്ച് അടിപൊളിയാണ് കേട്ടോ. അവൾ വന്നിട്ടാകുമ്പോൾ അവൾക്ക് കൊടുക്കാം. അപ്പോൾ എൻ്റെ വാച്ച് എനിക്കും കൂടി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യുക. ബൈ.